ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബൈറ്റ്സ് ആൻഡ് ക്രൂസ്. ഞാൻ ഇന്ന് ഫുൾ ഓൺ എക്സൈറ്റ്മെൻറ്റ് മോഡിലാണ് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു യാത്ര പോവുകയാണ്. ഞാൻ യാത്ര പോവുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല ബാംഗ്ലൂരോ മൈസൂരോ ആണ് പോകുന്നത്. അല്ല, ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ കാസർഗോഡ് NH-66 റോഡ് കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ നമ്മളെ ഫ്ലൈ ഓവറിലൂടെയാണ് ഇന്നത്തെ ഈ യാത്ര കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ മെയിൻലി ചെയ്യുന്നത് നമ്മൾ ആ ഫ്ലൈ ഓവർ വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എവിടെ വരെ വണ്ടി പോകുന്നു അതുവരെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഒരുപാട് നാളായി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. സോ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു യാത്രയാണ് കേട്ടോ. സോ അങ്ങനെ ഫൈനലി നമ്മൾ കാസർഗോഡിലെ ആളുകളുടെ എല്ലാവരുടെയും ഡ്രീം കം ട്രൂ ആണ് കേട്ടോ. എന്തൊരു ഭംഗി! നമ്മൾ കാസർഗോഡ് നാട് ഇപ്പോൾ കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പണ്ടൊക്കെ നമ്മൾ ഈവനിങ് ഒക്കെ പുറത്തിറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ കാര്യം എന്തായാലും കട്ടപ്പുകയാണ്. സ്പെഷ്യലി പറയുവാണെങ്കിൽ ഈ മഴ സമയത്ത് കേട്ടോ. അപ്പം ആ സമയത്ത് നമുക്ക് യാത്ര ചെയ്യുന്നത് തന്നെ വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ അതുമാത്രമല്ല, ഇരുട്ട്. നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ പല സ്ഥലത്തും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ലായിരുന്നു. ഇപ്പോൾ ന്യൂ ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെ ഇരുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ന്യൂസ് ചാനൽസിലൊക്കെ വന്നതാണ് ഇതൊക്കെ. ലൈക്ക് ആ സമയത്ത് നൈറ്റ് ഒരു 8 o'clock ഒക്കെ ആ സമയത്ത് ഭയങ്കര ഇരുട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ കാസർഗോഡ് മൊത്തം ഇങ്ങനെ എന്താ പറയുക, ദീപാവലി സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലില്ല, അതുപോലത്തെ ഫീലിംഗ് ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആണ്. പക്ഷേ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കിത് നിങ്ങൾ പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും ഹാപ്പി ഫീലിംഗ് ആണ്. പിന്നെ അതുപോലെ എന്താ അല്ലേ, ഒരു എത്ര പെട്ടെന്നാണ് ഈ റോഡൊന്നും ഇങ്ങനെ സെറ്റായി കിട്ടിയത്. ഏകദേശം ഐ തിങ്ക് 2 years ബാക്ക് ഞങ്ങൾ റോഡ് കൺസ്ട്രക്ഷൻ വീഡിയോ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോഴൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഫൈനലി ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സംസാരിച്ച് ഞങ്ങൾ ന്യൂ ബസ് സ്റ്റാൻഡൊക്കെ ക്രോസ് ചെയ്തത് മനസ്സിലായിട്ടില്ല കേട്ടോ. ജസ്റ്റ് അറൗണ്ട് 3 minutes പോലും ഇല്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് നമ്മൾ ഉടുപ്പി ഗാർഡൻ, അടുക്കത്ത് വയൽ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വീഡിയോ. ഇപ്പം നമ്മളിതേ അണങ്കൂർ ഭാഗത്ത് എത്തി. ജസ്റ്റ് 2 minutes അല്ലെങ്കിൽ 3 minutes, 2 minutes 40 seconds. അപ്പോൾ നമ്മൾ 3 minutes കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട്, ഒരു ട്രാഫിക്കും ഇല്ലാതെ, ഒരു ബ്ലോക്കും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം സ്പെഷ്യലി ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഈ റോഡിൽ കൂടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പെഷ്യലി ഈ സമയത്ത് കേട്ടോ, ഈവനിങ് ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്തായാലും പോകണം. കാരണം ആ പഴയ റോഡിൽ കൂടെ നമ്മൾ പോകുന്നതും അതേപോലെ ഈ സ്മൂത്തായിട്ടുള്ള റോഡിൽ കൂടെ പോകുന്നത് ഡിഫറൻസ് വേറെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറഞ്ഞാലും, ഇനി എന്ത് പൊളിറ്റിക്സ് ആണെങ്കിലും എന്ത് പറഞ്ഞാലും, ഈ റോഡ് നമുക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ കാസർഗോഡിൻ്റെ മുഖം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പല സ്ഥലത്തും നമുക്കിപ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടാനുള്ളതും, പിന്നെ അതേപോലെ സ്പീഡ് ലിമിറ്റ് ചെയ്യാനുള്ളത്, ഹെൽമെറ്റ് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേയിലൂടെ ബൈക്സ്, 2 wheelers നോട്ട് അലൗഡ്. അവർക്ക് അലൗഡ് അല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇനോഗ്രേഷൻ കഴിയുന്ന വരെ മാത്രമാണ് ബൈക്സൊക്കെ അലൗഡ് ഉള്ളൂ. 2 wheelers പിന്നെ അതേപോലെ കുറച്ച് വെഹിക്കിൾസിനൊന്നും അലൗഡ് അല്ല. എനിക്ക് തോന്നുന്നു ട്രക്ക്, ലോറി, പിന്നെ അതുപോലെ 4 wheelers അവർക്ക് മാത്രമാണ് ഈ റോഡിൽ കൂടെ പോകാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ അതുവരെ 2 wheelersലുള്ള ആൾക്കാർക്കൊക്കെ ആ സമയം വരെ ഇതിലൂടെ പോവാം. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഔട്ടാണ്. ഞാനങ്ങനെ കളിയാക്കി പറഞ്ഞല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് തമാശയ്ക്ക് പറഞ്ഞതാണ്. ബട്ട് എനിവേ, എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ന്യൂ ബസ് സ്റ്റാൻഡ് മുതൽ ചെർക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടുപ്പായിരുന്നു. കാരണം ഒരു ഹാഫ് ആൻ അവർ എന്തായാലും എടുക്കുമായിരുന്നു. അതുമാത്രമല്ല, നമുക്ക് റോഡും പിന്നെ ബ്ലോക്കും എല്ലാം ആകുമ്പോഴത്തേക്കും നമുക്ക് മടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. സോ നമ്മൾ റോഡ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിലൂടെ യാത്ര ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻസിൽ പറയുക.
ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോസ് ഇതുപോലെ പ്രതീക്ഷിക്കാം. നമുക്കിതുപോലെ വീഡിയോസൊക്കെ ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്രോമിസസ് ഒന്നുമില്ല. അപ്പം ഇതിപ്പം ഞാൻ കുറേ നാളായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ നാളായി എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, വൈ നോട്ട് നിങ്ങൾക്കൊക്കെ ഇത് കാണിച്ചു തരാം. പിന്നെ അതേപോലെ സ്പീഡ് ലിമിറ്റ്സ് ഒക്കെ അതിൻ്റെ ബോർഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ എനിവേ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.